നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ ദേവി നാരായണീ നമോസ്തുതേ. അങ്ങനെ ലളിത സഹസ്രനാമത്തിൻ്റെ യാത്ര മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് പല 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 ചിന്തകളായിരിക്കും അല്ലേ. ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, ഇത് പഠിച്ചാൽ പഠിക്കാൻ പാടല്ലേ. ഞാൻ ഈ പറയുന്ന അർത്ഥങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമുക്ക് ഏറ്റവും വേണ്ടുന്ന ക്രക്സ് എന്ന് പറയുന്ന എൻ്റെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട് കേട്ടോ. ആ നാമം ജപിക്കുമ്പോൾ ദേവിയുടെ ഇന്ന രൂപം ഓർമ്മ വരണമെന്ന് പറയുന്ന ഭാഗം ഞാൻ വളരെ ചുരുക്കി തുടക്കത്തിൽ പറയുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാനാണ്. അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു കാലത്ത് നമുക്കിത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം തോന്നുമ്പോൾ അന്ന് ഈ എപ്പിസോഡ്സ് എന്തെങ്കിലും ഒന്നെടുത്ത് കണ്ടാൽ അല്ലേ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല തുടക്കത്തിൽ നമുക്ക് തോന്നും, അയ്യോ ഇത് ഭയങ്കര പാടല്ലേ, ബുദ്ധിമുട്ടല്ലേ, ഇതൊന്ന് പഠിക്കാൻ പറ്റുമോ, പഠിച്ചാൽ ഇത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് തുടക്കത്തിൽ തോന്നും. പക്ഷെ അതൊന്നും കാര്യമില്ല കേട്ടോ. നമുക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇല്ലേ എന്ത് പറ്റാത്തത് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, പിന്നെ മാത്രമല്ല മായ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്റ്റാണ്. നമുക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കും നാമം ജപിക്കാതിരിക്കാൻ, അലസമായി നടക്കാൻ, അങ്ങനെയൊക്കെ ഈശ്വരനോട് അടുക്കുന്നതിൽ നിന്ന് ഒരു വിമുഖത ഇങ്ങനെ എപ്പോഴും മനസ്സ് കാണിക്കും. അതിനെ ഒന്ന് മെരുക്കിയെടുക്കലും കൂടി ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 5-ാം തീയതി അല്ലേ, ഏകാദശി കൂടിയാണ്. അപ്പോൾ ഏകാദശി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം തൊട്ട് ഏകാദശി, ഇപ്പോൾ ഈ സമയത്തൊക്കെ ഏകാദശി തിഥി തുടങ്ങിയിട്ടുണ്ട്. നാളെ ഏതാണ്ട് ഉച്ചയ്ക്ക് 28 വരെയോ അത്രത്തോളം ഏകാദശിയുണ്ട്. അപ്പോൾ ഏകാദശി ജപമാവാം. ജപിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പരമപ്രധാനം. എനിക്കറിയാവുന്ന ഒരുപാട് സാധകരുണ്ട്. ജപത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ അവർക്ക് ജപത്തിനോടൊരു അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുക്കുഞ്ഞുണ്ണാൻ പറഞ്ഞിടാത്ത കുറേ ബന്ധുക്കളും കുറേ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. ഒന്നും എന്നെക്കുറിച്ച് അറിഞ്ഞില്ല. ഉപനിഷത്ത് പറഞ്ഞതോ വേദം പറഞ്ഞതോ ശാസ്ത്രം പറഞ്ഞതോ ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, അനുഭവം ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും അങ്ങനെ ജപിക്കരുത്, അല്ലെങ്കിൽ നാമം ജപിച്ച പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു തരുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? അമ്മയുടെ നോട്ടം കണ്ടാൽ അറിയാമല്ലോ. എനിക്ക് മനസ്സിലായി. ആ കൂട്ടുകാരനെ അല്ലേ ഓർമ്മിച്ചത്, കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ അല്ലേ ഓർമ്മിച്ചത്. ശരി എല്ലായിടത്തും ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് നാമജപത്തിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുക. എല്ലാ ദിവസവും പറയുന്ന പോലെ ജപവുമായിട്ട് ബന്ധപ്പെട്ട് ലളിത സഹസ്രനാമം ജപിക്കാതിരിക്കരുത്. ഇന്ന് നമ്മൾ പറയുന്ന നാമം എന്ന് പറയുന്നത് രാഗസ്വരൂപപാഷഢ്യാം ക്രോധകാരാങ്കുശോജ്വലാം മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായകാം. രാഗസ്വരൂപപാഷാഢ്യാം 4 നാമങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു ക്ലസ്റ്ററാണ്. ആദ്യം അതിൻ്റെ സാമാന്യമായ അറിഞ്ഞിരിക്കേണ്ട പ്രേമത്തിൻ്റെ സ്വരൂപമായ കയറ് കയ്യിൽ ധരിച്ചിരിക്കുന്നവരെ. മനസ്സിലായോ? അമ്മമാരെങ്ങനെയാണ് മക്കളെ വിളിക്കുന്നത്? മക്കളെ എന്ന് വിളിച്ചു കഴിയുമ്പോഴേക്കും എവിടെ ഇരിക്കുന്ന മക്കളാണെങ്കിലും ഇല്ലേ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഓടി അടുത്തെത്തുന്ന എന്തുകൊണ്ടാണ്? അമ്മയുടെ കയ്യിൽ ആ കയറുണ്ട്, പ്രേമത്തിൻ്റെ കയറുണ്ട്. അമ്മ ഒന്ന് കിഴിക്കിയാലോ ഒന്ന് ചെവിക്ക് പിടിച്ചാലോ ഒന്നും നമുക്ക് വേദനിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രേമത്തിൻ്റെ കയർ അമ്മയുടെ കയ്യിലുണ്ട്. അതുപോലെയാണ് രാജരാജേശ്വരി. പ്രേമപൂർണ്ണമാണ്, പ്രേമമാണ് അമ്മയുടെ ഇല്ലേ. അമ്മ പ്രേമത്തോടുകൂടി ഇല്ലേ നമ്മളെ എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അമ്മ മക്കളെ എന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്നൊരു വൈഭവമാണ്. അത് ചട്ടികുളങ്ങര ഭഗവതി ആണെങ്കിലും ശരി, കരിക്കകം ഭഗവതി ആണെങ്കിലും ശരി, ആറ്റുകാൽ ഭഗവതി ആണെങ്കിലും ശരി. ഇനി നമ്മളിലൊക്കെ എല്ലാ പുരുഷന്മാരിലും ഒരു അമ്മയുണ്ട്, എല്ലാ അമ്മമാരിലും ഒരു പുരുഷനുമുണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഒരു ജീവിതത്തെ ശിവശക്തിക്ക് സ്വരൂപം എന്ന് പറയുന്നത് അല്ലേ. പുരുഷന്മാരും അങ്ങനെയാണ്, എല്ലാ പുരുഷന്മാരിലും ഒരു അമ്മയുണ്ട് ഇല്ലേ. അതുകൊണ്ടാണ് സങ്കടം വരിക, മക്കളോട് സ്നേഹം വരുമ്പം, സന്തോഷം വരുമ്പോൾ ഒക്കെ കണ്ണറിയുക, ഒക്കെ അതാണ് ഇല്ലേ. എല്ലാ അമ്മമാരിലും ഉണ്ട് ഒരു ശിവശക്തിക്ക് രൂപിണി എന്ന് പറയുന്ന പോലെ ഒരു ശിവസ്വരൂപം. പ്രതിസന്ധികളെ അച്ഛൻ നടത്താൻ കൈ ബലമായിട്ട് തന്നാൽ നമുക്ക് ഇത് ചെയ്യാം, നമുക്കിത് കടന്നു കയറാം എന്ന് പറയുന്ന ഇതുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ രാഗസ്വരൂപ പാഷാഢ്യ. അപ്പോൾ നാമം ജപിക്കുമ്പോൾ രാഗസ്വരൂപ പാഷാഢ്യായേ നമാം. രാഗസ്വരൂപമാകുന്ന പ്രേമമാകുന്ന കയറ് കയ്യിൽ ധരിച്ചവളെ എന്ന് അർത്ഥം. അപ്പോൾ 4 കൈകളുള്ള ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചാൽ ദേവിയുടെ ഒരു കയ്യിൽ എന്തുണ്ട്? കയറുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും ബന്ധിച്ചു നിർത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ കയറ്. ശബരിമല പോകുമ്പം നമ്മൾ കണ്ടിട്ടില്ലേ, എല്ലാവരും സ്വാമിമാരാണ്. ആറ്റുകാൽ പൊങ്കാല വരുമ്പം കണ്ടിട്ടില്ലേ ഇല്ലേ,
എല്ലാവരും അമ്മമാരാണ്. ആ കൊരുത്തു നിർത്തുന്ന ആ ഒരു സ്നേഹം, സഹജീവികളോട് കൊരുത്തു നിർത്തുന്ന ആ ഒരു സ്നേഹം ഇല്ലേ, അത് ആ പരാശക്തിയുടെ വൈഭവമാണ്. അതുകൊണ്ടാണ് രാഗസ്വരൂപ പാശാഢ്യ. അത് ഗുരുവിന് ശിഷ്യനോടുള്ള ബന്ധമാണെങ്കിലും ശരി, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബന്ധമാണെങ്കിലും ശരി, അമ്മയ്ക്ക് അച്ഛനോടുള്ള ബന്ധമാണെങ്കിലും ശരി, അച്ഛൻ അമ്മയോടുള്ള ബന്ധമാണെങ്കിലും ശരി, ഇതെല്ലാത്തിനകത്തും ഈ ഒരു എലിമെൻ്റ് ഉണ്ട്. ദർ ഈസ് ഇല്ലേ, അങ്ങനെ ആ ഒരു എലിമെൻ്റാണ് അതിനെ നിർത്തുന്നത്. അടുത്ത നാമം എന്ന് പറയുന്നത് ക്രോധകാര അങ്കുശ ഉജ്ജ്വല. ക്രോധകാരാങ്കുശ ഉജ്ജ്വലായേ നമ. നമ്മൾ അവിടെ എത്തുമ്പോൾ ക്രോധകാരാങ്കുശ ഉജ്ജ്വലം, അത് പിന്നെ പാഴൂര് വഴിപ്പൊടിച്ചെന്ന് നോക്കണം എന്താണ് നമ്മൾ പറയുന്നത്. ക്രോധ ആകാര അങ്കുശ ഉജ്ജ്വലായേ നമ. ക്രോധാകാരാങ്കുശ ഉജ്ജ്വലായേ നമ. കോപം രൂപമെടുത്ത അങ്കുശത്താൽ ശോഭിക്കുന്നവൾ. അങ്കുശം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തോട്ടി ഇല്ലേ. രാഗത്തിൻ്റെ മറുവശമാണ് ക്രോധം ഇല്ലേ. രാഗത്തിൻ്റെ മറുവശമാണ് സ്നേഹമുള്ളിടത്ത് പിണക്കവും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്നേഹത്തെ ശക്തിപ്പെടുത്തുന്നത് ഇടയ്ക്കിടെയുള്ള പിണക്കങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളാണ്. അമ്മയും മക്കളും തമ്മിലും ഉണ്ടാവാം, ഭാര്യയും ഭർത്താവും തമ്മിലും ഉണ്ടാവാം ഇല്ലേ. കുഞ്ഞു കുഞ്ഞ് പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവാം. അതൊക്കെയാണ് കുടുംബത്തിനെ കുടുംബമായിട്ട് നിലനിർത്തുന്നത് ഇല്ലേ. ചിലപ്പോൾ സ്നേഹത്തെ ശക്തിപ്പെടുത്തുന്നത്. എന്നാൽ വാസനാപ്രേരിതമായി ഒരാളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ക്രോധം ഹിംസയിലേക്ക് നയിക്കാനിടയാകുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ശക്തി ദേവിയുടേതാണ്. നമുക്കൊരാളോട് ക്രോധം തോന്നുമ്പോഴേക്കും അത് ക്രോധം, അത് പാടില്ല എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുന്നത് ദേവിയുടേതാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് പാശ അങ്കുശങ്ങൾ എന്ന് നമ്മൾ സാമാന്യ രീതിയിൽ പറയണം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള അർത്ഥമാണ് പറയുന്നത്. അതിൻ്റെ കുറച്ചുകൂടെയുള്ള വിസ്തരിച്ചുള്ളത് പിറകെ വരാം. അപ്പം അമ്മ പറഞ്ഞ എനിക്ക് കേൾക്കാം, പറഞ്ഞാൽ നന്നായി സാറേ. സാറിൻ്റെ സംസ്കൃതം പുരാണവും ഉപനിഷത്തും ഒക്കെ കൊണ്ടുവരുമ്പോഴേക്കും ഞാൻ അങ്ങ് ചപ്പാത്തിയും കഴിച്ച് കഞ്ഞിയും കുടിച്ച് ഞാനങ്ങ് ഉറക്കമാവും എന്നല്ലേ പറഞ്ഞത് ഇല്ലേ. അടുത്ത അപ്പോൾ ക്രോധ കാരാങ്കുശോജ്വലായേ നമ. അപ്പോൾ ക്രോധ കാരാങ്കുശോജ്വലായേ നമ. അമ്മ പദം പിരിച്ച് പറയൂ. കണ്ട ഇത് കണ്ട പറയൂ. ക്രോധ കാരാങ്കുശോജ്വലായേ നമ. ഇവിടെ ഇങ്ങോട്ട് എവിടെ പോണത്? ക്രോധ കാരാങ്കുശോ. ഈ നാമം പറഞ്ഞിട്ട് പോകും. ക്രോധ കാരാങ്കുശോജ്വലായേ നമ. പദം പിരിക്കൂ. ക്രോധ ആകാര അങ്കുശ ഉജ്ജ്വലായേ നമ. കോപം രൂപമെടുത്ത അങ്കുശത്താൽ ശോഭിക്കുന്നവൾ. ക്രോധ ആകാര അങ്കുശ ഉജ്ജ്വലായേ ചേർത്ത് വായിക്കുമ്പോൾ ക്രോധകാരാങ്കുശോജ്വലായേ നമ. തൊട്ട് മുമ്പ് പറഞ്ഞ എട്ടാമത്തെ നാമം രാഗസ്വരൂപ പാശാഢ്യായേ നമ. നമ്മൾ അത് അങ്ങനെ പഠിച്ചില്ലെങ്കിൽ രാഗസ്വരൂപ പാശാഢ്യായേ നമ. അവിടെ പാശ എന്നുള്ളതിന് ഒരു ആശയം എന്നൊക്കെ കേൾക്കും. ദേവി എന്നെ അന്തം വിട്ടു പോകും. ഇതെന്തോ ആശയും ഈശയും എന്നൊക്കെ ദേവി എന്നെ അന്തം വിട്ടു പോകും. അതുകൊണ്ട് എട്ടാമത്തെ നാമം പദം പിരിച്ച് പറയൂ. അമ്മ പറയൂ. മൊബൈലും കുത്തി തലയും വലിച്ച് പിച്ചിയൊക്കെ ഇരിക്കുക. ഈ അമ്മയെ കൊണ്ട് തോറ്റു. പറയൂ. എവിടെ ഉത്തരം എവിടെ പറയൂ. ഞാൻ കമൻറ്റ് ബോക്സിൽ നോക്കുന്നുണ്ട്. അമ്മ അങ്ങോട്ട് എഴുതി ഇട്ടാലും മതി. അമ്പട കേമി. പഠിക്കാൻ വന്നാൽ പഠിക്കണം, പഠിക്കത്തില്ല പിന്നെ എന്തു? ക്രോധകാരാങ്ക രാഗസ്വരൂപ പാശാഢ്യായേ നമ. രാഗസ്വരൂപ പാശ ആഢ്യ. രാഗസ്വരൂപ പാശാഢ്യായേ നമ. തൊട്ടടുത്ത നാമം ഒൻപതാമത്തെ നാമം ക്രോധ ആകാര അങ്കുശ ഉജ്ജ്വല. ചേർത്ത് വായിക്കുമ്പോൾ ക്രോധ കാരാങ്കുശോജ്വലായേ നമ. ഇനി അടുത്തത് പത്താമത്തെ നാമം. ഇതിപ്പോൾ പറയുന്നത് ആ രൂപം തൊഴിയാണ്. അപ്പോൾ ദേവിയുടെ രാഗസ്വരൂപ പാശാഢ്യായേ നമ എന്ന് പറയുമ്പോൾ ദേവിയുടെ 4 കൈകളുള്ള ദേവിയുടെ രൂപത്തെ മനസ്സിൽ കണ്ടാൽ രാഗമാകുന്ന സ്നേഹമാകുന്ന പാശം ധരിച്ചവളെ. പാശം ഒരു കൈയിൽ കാണണം. അടുത്തതിൽ ക്രോധകാരാങ്കുശോജ്വലായേ നമ. കോപം രൂപമെടുത്ത അങ്കുശത്താൽ രൂപപ്പെട്ടവൾ. അങ്കുശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടി ഇല്ലേ. പാശവും അങ്കുശവും തോട്ടിയെ നമ്മൾ മനസ്സിൽ കാണണം. അടുത്ത നാമം എന്ന് പറയുന്നത് പത്താമത്തെ നാമം എന്ന് പറയുന്നത് മനോരൂപേക്ഷു കോദണ്ഡായേ നമ. മന രൂപ ഇക്ഷു കോദണ്ഡ. മന
പറയൂ. മോനെയല്ല, മന. മന രൂപ ഇക്ഷു കോദണ്ഡ. മനരൂപ ഇക്ഷു കോദണ്ഡ. മനസ്സ സ്വരൂപമായ കരിമ്പിൻ വില്ല് ധരിച്ചവൾ. കരിമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ല് എളുപ്പത്തിൽ വളയും, ഇല്ലേ? അപ്പോൾ മനസ്സ സ്വരൂപമായ കരിമ്പിൻ്റെ വില്ല് ധരിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ഓം മനോരൂപ ഇക്ഷു കോദണ്ഡായേ നമഃ. പച്ച സാരി ഉടുത്തിരിക്കുന്ന അമ്മ പറയൂ. അമ്മ ശ്രദ്ധിക്കാതിരിക്കുവാണല്ലോ, പറയൂ. ഈ ചോദ്യം അമ്മയ്ക്കുള്ളതാണ്. പറയൂ, ഈ 10ാമത്തെ നാമത്തെ എങ്ങനെ പിരിക്കാം? മന രൂപ ഇക്ഷു കോദണ്ഡായേ നമ. മനോരൂപേക്ഷു കോദണ്ഡായേ നമ. മനസ്സ സ്വരൂപമായ കരിമ്പിന്റെ വില്ല് ധരിച്ചവൾ. കരിമ്പിന്റെ തണ്ടുകൊണ്ടുണ്ടാക്കിയ വില്ല് എളുപ്പത്തിൽ ധരിച്ചവൾ. അപ്പൊ ആ നാമത്തിന്റെ മുകളിൽ എഴുതണം മന പ്ലസ് രൂപ പ്ലസ് ഇക്ഷു പ്ലസ് കോദണ്ഡ. മന രൂപ ഇക്ഷു കോദണ്ഡായേ നമ. മനോരൂപേക്ഷു കോദണ്ഡായേ നമ. ഈ കരിമ്പിന്റെ വില്ലുകൊണ്ടുണ്ടാക്കിയ കരിമ്പിന്റെ തണ്ടുകൊണ്ട് വില്ലുണ്ടാക്കിയാലുള്ള ഗുണം എന്താണെന്നറിയോ? പെട്ടെന്ന് വളയും, ഇല്ലേ? കാരണം കരിമ്പിന്റെ തണ്ടിന് ബലം കുറവാണ്. അതുപോലെയൊക്കെയാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലമാകുന്നതാണ്. ഒരൊറ്റ മിനിറ്റ്. ഹലോ, നാമം ജപിക്കണോ? കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. മന രൂപ ഇക്ഷു കോദണ്ഡായേ നമ. മന രൂപ ഇക്ഷു കോദണ്ഡായേ നമ. അതുപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സ് എപ്പോഴും ചഞ്ചലമാകുന്നതാണ് മനസ്സിൻ്റെ സ്വഭാവം. ഒരു സങ്കല്പം മനസ്സിൽ വന്നാൽ അടുത്ത നിമിഷം വേറൊന്നിലേക്ക് മനസ്സ് പോകും. ഒന്നും സ്ഥിരമായി നിൽക്കില്ല. ചാഞ്ചാട്ടം സ്വഭാവമായിട്ടുള്ളതിനാൽ മനുഷ്യ മനസ്സിനെ ഒരു കുരങ്ങിൻ്റെ മനസ്സുമായിട്ടാണ് നമ്മൾ പലപ്പോഴും കുരങ്ങുമായിട്ടാണ് ഉപമിക്കാറുള്ളത്. ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സിൽ ഒരിക്കലും സ്വസ്ഥത അനുഭവിക്കാൻ പറ്റില്ല. മനസ്സിനെ നിയന്ത്രിക്കാനും ചാഞ്ചാട്ടം നിർത്തി ഒരു വസ്തുവിൽ ഏകാഗ്രമാക്കി നിർത്താനും ദേവിയുടെ അനുഗ്രഹം വേണം. അതാണ് ദേവിയുടെ കയ്യിലുള്ള കരിമ്പിൻ്റെ വില്ല് സൂചിപ്പിക്കുന്നത്. കാമദേവന്റെ ആയുധമായി പുരാണങ്ങളിൽ പറയുന്നതും കരിമ്പിൻ്റെ വില്ലാണ്. അതുകൊണ്ട് മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ ദേവിയെ ആശ്രയിച്ചാൽ ശാന്തി ലഭിക്കുമെന്ന് സാമാന്യാർത്ഥത്തെ പറയാം. അപ്പോൾ കരിമ്പിൻ്റെ വില്ലിന് ബലം കുറവാണ്, ചഞ്ചലമാണ്. മനസ്സെപ്പോഴും അങ്ങനെയാണ്, ഇല്ലേ? മനസ്സ് വളരെ വളരെ ചഞ്ചലമാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് ശാന്തി ലഭിക്കാൻ ദേവിയെ ആശ്രയിക്കണമെന്ന് പറയുന്ന ഭാഗമാണ് മനരൂപ ഇക്ഷു കോദണ്ഡ. മനരൂപ ഇക്ഷു കോദണ്ഡായേ നമ എന്ന് പറയുന്ന 10ാമത്തെ നാമം. ഇനി അതുപോലെയാണ് അടുത്ത നാമവും. വളരെ എളുപ്പമാണ്, കുട്ടി പിരിച്ച് പഠിക്കാൻ, ഇല്ലേ? പഞ്ചതന്മാത്ര സായകായേ നമ. അതായത് 5 സൂക്ഷ്മ തന്മാത്രകളാകുന്ന അമ്പുകളോട് കൂടിയവൾ, ഇല്ലേ? പഞ്ചതന്മാത്ര സായകായേ നമ. പഞ്ചതന്മാത്ര സായക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 5 സൂക്ഷ്മ തന്മാത്രകളാകുന്ന അമ്പുകളോട് കൂടിയവൾ, ഇല്ലേ? അവ ഏതൊക്കെയാണ്? ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധമുണ്ട്. ഇവയാണ്. അപ്പോൾ കരിമ്പിൻ്റെ വില്ല്, മനസ്സാകുന്ന വില്ലിൽ എന്തൊക്കെയാണ്? പഞ്ചതന്മാത്ര സായകൾ എന്തൊക്കെയാണ്? ഗന്ധം, ഇല്ലേ? ആ മനസ്സാകുന്ന വില്ലിൽ ഗന്ധം വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ സുഗന്ധമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമുക്കറിയാൻ പറ്റുന്നു, ഇല്ലേ? ഗന്ധം. സ്പർശനം ശേഷി, രൂപം, രസം, ഇവയൊക്കെയാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയാണ് ആ പഞ്ചതന്മാത്ര സായകങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യ മനസ്സിനെ പ്രലോഭിപ്പിച്ച് ഇന്ദ്രിയ വൃത്തിക്ക് പ്രേരണ നൽകുന്നത് ഇവയാണ്. നമുക്ക് അനുഭവിക്കാൻ ആഗ്രഹം തോന്നുന്ന ഈ 5 വിഷയങ്ങളാണ്. അപ്പോൾ ആഗ്രഹം നിയന്ത്രണാതീതമായാൽ മനുഷ്യന് പല ആപത്തുകളിലും ചെന്നുപെടാം. ദേവിക്ക് അർപ്പിച്ചാലോ ഇതൊന്നും ആപത്തുകളല്ല താനും, ആപത്തുണ്ടാവുകയുമില്ല. അങ്ങനെ ദേവിയിൽ ഭക്തിപൂർവ്വം അർപ്പിച്ചെങ്കിൽ കാമദേവൻ തൻ്റെ 5 പുഷ്പബാണങ്ങൾ പ്രയോഗിച്ച് മനുഷ്യനെ ദുർമാർഗത്തിൽ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കും. കാമദേവന്റെ 5 പുഷ്പബാണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അപ്പോൾ ഞാനിത് ഇത് പറയുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചതന്മാത്ര സായകായേ നമ. അപ്പം നമ്മൾ ദേവിയുടെ 5 എന്താ പറയുന്നത് അസ്ത്രങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞു മനോരൂപേക്ഷു കോദണ്ഡായേ നമ.
ഓം ദേവിയെ മഹാമനോരൂപേക്ഷകോദണ്ഡായേ നമാം. മനസ്സുകൊണ്ട് സ്വരൂപമാകുന്ന കരിമ്പിന്റെ വില്ല് ധരിച്ചവളെ. അടുത്ത് പഞ്ചതന്മാത്ര സായകായേ നമാം. ശബ്ദമുണ്ട്, ഗന്ധമുണ്ട്, സ്പർശമുണ്ട്, രസമുണ്ട് തുടങ്ങിയവയൊക്കെ കൊണ്ട് ഇല്ലേ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെ 5 തന്മാത്രകൾ കൊണ്ട് അമ്പുകൾ ധരിച്ചവളെ പഞ്ചതന്മാത്ര സായകായേ നമാം. കൈവല്യാനന്ദ സ്വാമികൾ പറയും ഇല്ലേ, ദേവിയുടെ ഈ 5 അമ്പുകൾ എന്ന് പറയുന്നത് ദേവിയുടെ ആ അമ്പുകളെ കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, സ്പർശിക്കാൻ പറ്റുന്നത്, രൂപത്തെ രസത്തെ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പൊ അതും ഈശ്വര കൃപയാണെന്ന് അറിയണം ഇല്ലേ. ഈ 8 തൊട്ട് 11 വരെ നമ്മൾ ഈ പറയുന്ന നാമങ്ങളെല്ലാം ദേവിയുടെ ആയുധങ്ങളാണ്. ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമായ രാഗദ്വേഷങ്ങൾ, ആഗ്രഹങ്ങളാണ്. എന്നാൽ ദേവി ഭക്തി ഉണ്ടെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല. ദേവി ഭക്തി ഇല്ലെങ്കിൽ ഇതൊക്കെ ഭ്രമമാണെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് പെട്ടും പോകും അല്ലേ. അപ്പോൾ ഈ 5 അതായത് പുഷ്പബാണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി പറഞ്ഞുതരാം. താമര കാമദേവന്റെ കയ്യിലുണ്ട്, കൈരവം ആമ്പൽ, കൽഹാരം സൗഗന്ധികം, ഇന്ദീവരം കരിങ്കൂവളം, നീലോൽപ്പലം ഇല്ലേ, നീലത്താമര എന്ന് ഇവിടെ ഭാവാർത്ഥം പറയണം. അപ്പോൾ ഏതൊക്കെയാണ്? കമലം, കൈരവം, കൽഹാരം, ഇന്ദീവരം, നീലോൽപ്പലം. കമലം, കൈരവം, കൽഹാരം, ഇന്ദീവരം, നീലോൽപ്പലം. ഇനി പൂജയ്ക്ക് ആണെങ്കിലും നമ്മൾ ഇതിൻ്റെ ചിട്ട പറയുകയാണെങ്കിലും കമലം എന്ന് വെച്ച് കഴിഞ്ഞാൽ താമര. താമര ഉന്മാദത്തെ ജനിപ്പിക്കുന്നുവെന്നും, കൈരവം ആമ്പൽ മനസ്സിനെ തപിപ്പിക്കുന്നുവെന്നും, കൽഹാരം ശോഷണം ഉണ്ടാക്കുന്നുവെന്നും, ഇന്ദീവരം അല്ലെങ്കിൽ കരിങ്കൂവളം സ്തംഭനത്തെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മൂഢഭാവത്തെ ഉണ്ടാക്കുന്നുവെന്നും, നീലോൽപ്പലം പ്രേമഭാവത്തെ ഉണ്ടാക്കുന്നുവെന്നും നമ്മൾ സാമാന്യമായിട്ട് നമുക്ക് പറയണം. അപ്പോൾ 8 മുതൽ 11 വരെ ഉള്ളതെല്ലാം ദേവിയുടെ ആയുധങ്ങൾ എന്നാണ് നമ്മൾ പറയുക. ഇതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയുക? ദേവിയുടെ ആയുധങ്ങൾ. അപ്പൊ 8 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ ഇല്ലേ. ഇനി ഈ ഭാഗം എന്ന് പറയുന്നതിനകത്ത് ഇത് കാളികാ പുരാണം എടുത്തു നോക്കുകയാണെങ്കിലും, ഞാനിപ്പോൾ ഇവിടെ ഒരു റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരൊക്കെ ഇറങ്ങി ഓടും. അപ്പോൾ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പൊന്നു സാറേ ഇത് കുറച്ച് കടുകട്ടിയാണേ എന്ന് പറയുന്നുണ്ട് ഇല്ലേ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ അല്ലാതെ ഇത് എവിടെ പറഞ്ഞു തരാൻ പറ്റും? കാരണം ഇത് ഒരുപാട് എഫർട്ട് നോക്കിയിട്ടാണ്. ഇപ്പോൾ വാമകേശ്വര തന്ത്രമാണെങ്കിൽ, അപ്പോൾ ഇന്നാണെങ്കിൽ ഇങ്ങനെ പുസ്തകം നോക്കി വന്നപ്പോഴേക്കും തന്ത്രരാജൻ നോക്കേണ്ടി വന്നു. തന്ത്രരാജമാകട്ടെ, കാളികാ പുരാണമാകട്ടെ, വാമകേശ്വര തന്ത്രമാകട്ടെ, ചതുശ്ശതി ആകട്ടെ, ഇങ്ങനെ ഒരുപാട് നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലളിതശാസ്ത്ര നാമത്തിൻ്റെ ഒരർത്ഥം നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ 8 തൊട്ട് 11 വരെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ എന്താ പറയുന്ന ആയുധങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവിയുടെ ആയുധങ്ങൾ അവർ ക്ലസ്റ്ററായിട്ട്, ഇതെല്ലാം ദേവിയുടെ രാഗസ്വരൂപ പാഷാഢ്യ ക്രോധകാര അങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായകായേ നമാം എന്ന് പറയുമ്പോൾ ദേവിയുടെ ആയുധങ്ങളെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാശ അങ്കുശൗ തദീയൗ തു രാഗദ്വേഷാത്മകൗ സ്മൃത്വൗ എന്ന് അവിടെ സ്മൃതൗ എന്നും സ്മൃത്വ എന്നും ഒരു പാഠഭേദമുണ്ടെന്ന് ചതുശ്ശതി പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ചതുശ്ശതി നമ്മൾ ശാസ്ത്രികളുടെ വ്യാഖ്യാനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പാശാങ്കുശ തദീയോ തു രാഗദ്വേഷാത്മകൗ സ്മൃതൗ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് ചതുശ്ശതിയിൽ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചതുശ്ശതിയിൽ തന്ത്രരാജത്തിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ ഗ്രന്ഥങ്ങൾ എന്തിനു പരിചയപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഇത് പ്രയോജനപ്പെടും അമ്മ. കാരണം ഞാൻ ഇന്നലെയൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നലെയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു തോന്നല, ഇനി അമ്മമാർക്ക് അതൊരു ബുദ്ധിമുട്ടാവുമോ ഞാനിങ്ങനെ വിസ്തരിച്ച് പറയുന്നത്. അതിപ്പോൾ വാമകേശ്വര തന്ത്രമാണെങ്കിലും സൗഭാഗ്യ ഭാസ്കരമാണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ എടുത്ത് ഈ ഭാസ്കരിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു പേടി കൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് അത്രത്തോളം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എങ്കിലും ഞാൻ ആ ഗ്രന്ഥങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത് എവിടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെടും.
ഇതൊരു 10-22 വർഷം മുമ്പ് ഞങ്ങളെ ലളിത സഹസ്രനാമം പഠിപ്പിക്കുന്ന സമയത്ത് ആശ്രമത്തിൽ സ്വാമികൾ അന്ന് ആരായിരുന്നു, പ്രബോധാനന്ദഗിരി മഹാരാജായിരുന്നു. അപ്പോൾ സ്വാമികൾ പറയുമ്പോൾ അന്ന് കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് തോന്നും ഇതെന്താണ് ഇത്, ഈ മനോരൂപേഷു കോദണ്ഡായേ നമ, നമുക്ക് ആ നാമം അറിയാമല്ലോ, എന്തിനാണ് ഈ സ്വാമി ഈ മനോരൂപേഷു കോദണ്ഡായേ നമ എന്നുള്ളതിന് ഈ ചതുശതിയൊക്കെ പറയുന്നത്. ചതുശതി എന്ന് കാരണം അന്ന് നമുക്കതിൻ്റെ വർത്തറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ കാലം ഇങ്ങോട്ട് കഴിഞ്ഞ് താടിയും തലമുടിയും ഒക്കെ നരച്ചു തുടങ്ങിയപ്പോൾ നമുക്കറിയുന്നു അന്ന് പഠിപ്പിച്ചതും ഒക്കെ എത്ര വലിയ കാര്യങ്ങളാണെന്ന്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത് വേണ്ടി വരും. നമുക്ക് അത് പറഞ്ഞു തരാൻ ഒരാളെ കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയും എഫർട്ടുണ്ട്. ഇപ്പം തന്ത്രരാജം എടുത്താലും ചതുശതി എടുത്താലും വാമകേശ്വര തന്ത്രം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് അത്രയും പറയാനുണ്ട്. എനിക്കറിയാം ചില സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അത് ഈ പറയുന്നതൊക്കെ ഭഗവതിയുടെ വൈഭവത്തെ അറിയാൻ വേണ്ടി മാത്രമാണ്. പഠിക്കണമെന്നോ കാണാതെ പഠിക്കണമെന്നോ ഒന്നുമില്ല. അത് ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞു. മനോരൂപേഷു കോദണ്ഡായേ നമ, മനസ്സ് സ്വരൂപമായ കരിമിൻ്റെ വില്ല് ധരിച്ചവളെ, പഞ്ചതന്മാത്ര സായകായേ നമ, 5 സായകം ധരിച്ച 5 തന്മാത്രകളാകുന്ന രൂപം ഗന്ധം രസം തുടങ്ങിയിട്ടുള്ള പഞ്ചതന്മാത്രകളെ സായകമായി ധരിച്ചവളെ, ആ നാമം ജപിക്കുമ്പോൾ അത് ഓർമ്മിച്ചാൽ മതി, കഴിഞ്ഞു. അവിടെ ആ നാമത്തിൻ്റെ ഇത് കഴിഞ്ഞു. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഇത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഉറച്ച് വിശ്വസിക്കൂ, ഒരു അറിവും വെറുതെ അല്ല, ഇല്ലേ? എനിക്കറിഞ്ഞൂടെ ഇതല്ലാതെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വാമകേശ്വര തന്ത്രം പറയാനോ അല്ലെങ്കിൽ ചതുശതി പറയാനോ ഒക്കെ വേറൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടമേ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് അത് പറയുന്നു എന്നേ ഉള്ളൂ, ഇല്ലേ? അപ്പോൾ അതിനകത്ത് പാശാങ്കുശത്തതേയോതു രാഗദ്വേഷാത്മകോ സ്മൃതൗ മനോഭവേദിക്ഷുദ്ധനു പാശോ രാഗ ഉദീരിതാം ദ്വേഷസ്യാദങ്കുശ പഞ്ചതന്മാത്രാം പുഷ്പസായകാം എന്ന് തന്ത്രരാജം പറയുന്നതും ശബ്ദ സ്പർശദയോ ബാണാം എന്ന് വാമകേശ്വര തന്ത്രം പറയുന്നതും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ കാളികാപുരാണത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് അതെന്തായിരുന്നു, കാളികാപുരാണത്തിലും പറയുന്നുണ്ട്, ജ്ഞാനാർണവത്തിലും പറയുന്നുണ്ട്. കാളികാപുരാണവും ജ്ഞാനാർണവും ഇതൊക്കെ ഗ്രന്ഥങ്ങളാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അത്രയും വിശദീകരിക്കുന്നില്ല. കാരണം ചിലപ്പോൾ അതൊരു കേട്ടിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞില്ല. പക്ഷേ കാളികാപുരാണത്തിൽ പറയുന്നു ഹർഷണം രോചനാഖ്യഞ്ച മോഹനം ശോഷണം തഥാ മാരണ്യേതി ബാണാമുനീനാമഭിമോഹദാം എന്ന് പറഞ്ഞു വെച്ച ക്ഷോഭണം ദ്രാവിണം ദേവി തഥാ കർഷണ സംചിത വശ്യ ഉന്മാദൗ ക്രമേണൈവ നാമാനി പരമേശ്വരി എന്ന് തന്ത്രരാജത്തിലും പറയുന്നതൊക്കെ ഈ നാമങ്ങളാണെന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? തന്ത്രരാജം, വാമകേശ്വര തന്ത്രം, പിന്നെ നമ്മൾ കാളികാപുരാണം, ജ്ഞാനാർണവം, ചതുശതി, ഇത്രയുമാണ് നമ്മൾ റെഫർ ചെയ്തത്. ഇതിൻ്റെയൊക്കെ അർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്. ഇനി അടുത്ത നാമം. അപ്പോൾ 10 നാമങ്ങൾ കഴിഞ്ഞു. 11ാമത്തെ നാമം എന്ന് പറയാം പഞ്ചതന്മാത്രസായകായേ നമ. ഇനി അടുത്ത് 12ാമത്തെ നാമമാണ് നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഈ നാമം കേൾക്കുമ്പോൾ എന്ത് വരണം? ചുവന്ന കാന്തിപൂരത്തിൽ മുങ്ങിയ ബ്രഹ്മമണ്ഡലത്തോടു കൂടിയവൾ. ആ നാമം എങ്ങനെ പറയും? നിജ അരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. പറയൂ. നിജ അരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. അപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമ. പറയൂ, അമ്മ പറയൂ. നിജ അരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമ. അല്ലേ, മനസ്സിലായോ? നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമ. തൻ്റെ ചുവന്ന കാന്തിപൂര പ്രഭാവത്തിൽ മുങ്ങിയ ബ്രഹ്മാണ്ഡ മണ്ഡലത്തോടു കൂടിയവൾ എന്ന് നമുക്ക് സാമാന്യ അർത്ഥം പറയാം. മനസ്സിലായോ? നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമാം. നിജ അരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമ എന്ന് നമ്മൾ തിരിച്ചറിയണം.
തൻ്റെ ചുവന്ന കാന്തി പ്രഭാപൂരത്തിൽ മുങ്ങിയ ബ്രഹ്മാണ്ഡ മണ്ഡലത്തോടു കൂടിയവൾ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, പ്രഭാതത്തിൽ ദേവിയെ ഏത് രൂപത്തിൽ ധ്യാനിക്കണം? പ്രഭാതത്തിൽ ദേവിയെ അരുണവർണ്ണത്തിൽ ധ്യാനിക്കണം. അതിനെന്താ സംശയം? ഇല്ലേ? അരുണവർണ്ണം സൂര്യോദയത്തിന്റെ. അപ്പോൾ എന്തായി അരുണവർണ്ണം എന്നുള്ളത്? സൂര്യൻ ഉദിച്ചു വരുന്നതിന് തൊട്ട് മുന്നിൽ വരുന്ന ഒരു ഓറഞ്ച് ലൈറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അരുണവർണ്ണം എന്ന് പറയുന്നത്. റെഡ് ആൻഡ് ഓറഞ്ച് കോംബോ ലൈറ്റ് സൂര്യോദയത്തിൽ വരുന്ന അരുണവർണ്ണം എന്ന് പറയുന്നത്. എന്തിന് ഈ അരുണവർണ്ണത്തെ ധ്യാനിക്കണമെന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിനൊരു വ്യാഖ്യാനം പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൂര്യോദയത്തിന് മുന്നിൽ വരുന്ന പ്രഭ വളരെ പെട്ടെന്ന് ഉജ്ജ്വല കാന്തിയോടുകൂടി പ്രകാശമായി മാറും. അതുപോലെ ദേവീ ഭക്തി നമ്മുടെ മനസ്സിലും ഉജ്ജ്വല പ്രഭാ കാന്തി പരത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉജ്ജ്വല കാന്തി പരത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാ നിജാരുണ പ്രഭാ പൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമ എന്ന് നമ്മൾ പറയുന്ന ആ നാമം എങ്ങനെ? ഓം നിജാരുണ പ്രഭാ പൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമ. 13ാമത്തെ. ഇനി നമുക്ക് 13ാമത്തെ നാമം നോക്കാം. ഓം ചമ്പകാശോക. ആ നാമം ഒന്ന് പിരിച്ചു പറയുമേ. ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധിക ലസത്കജ. ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജായേ നമ. അമ്മ ഒരിക്കൽ കൂടെ പറയൂ. ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക ലസത്കജായേ നമ. ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക ലസത്കജായേ നമ. ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക ലസത്കജായേ നമ. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ 12ാമത്തെ നാമം നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലായേ നമ എന്ന് പറയുമ്പോൾ ഉദിച്ചു വരുന്ന സൂര്യപ്രഭയുടെ അരുണവർണ്ണമായ ദേവിയെ നമ്മൾ ധ്യാനിക്കണം. തൻ്റെ ബ്രഹ്മാണ്ഡ മണ്ഡലത്തോടുകൂടി പ്രഭാതത്തിൽ അരുണവർണ്ണത്തോടുകൂടി ആ ദേവിയെ ധ്യാനിക്കണം. തൊട്ടടുത്ത് പറയുന്നു ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക ലസത്കജായേ നമ. ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം തുടങ്ങിയ സുഗന്ധ പുഷ്പങ്ങളാൽ അലങ്കൃതമായ എന്തൊക്കെയാണ് ദേവിയുടെ തലയിലിരിക്കുന്നത്? ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ. ചെമ്പകപ്പൂ, അശോകപ്പൂ, അശോക പൂർണിമ. അടുത്ത പുന്നാകം, സൗഗന്ധികം, സൗരയുധത്തിൻ ഒരു സൗഗന്ധികമാണ്. അടുത്ത ലസത്കജായേ നമ. അപ്പൊ നമ്മൾ പറയുമ്പോ ചമ്പകം, അശോകം, പുന്നാക, സൗഗന്ധിക, ലസത്കജായേ നമ എന്ന് നമ്മൾ പറയണം. ഇല്ലേ? അപ്പോൾ ഇതെന്തൊക്കെ പറയണം? ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക, ലസത്കജായേ നമ. ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണന ആരംഭിക്കുകയാണ്. നേരത്തെ നമ്മൾ ദേവിയുടെ അലങ്കാരങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ദേവിയുടെ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൽ അരുണവർണ്ണത്തോടു കൂടിയ ദേവിയെ ധ്യാനിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദേവിയുടെ സ്ഥൂല രൂപത്തിന്റെ വർണ്ണന. ചഞ്ചല മനസ്കരായ ഭക്തരുടെ മനസ്സിനെ ദേവീ രൂപത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പറയപ്പെടുന്നു. ഈ പുഷ്പങ്ങൾ ദേവിയുടെ മുടിയിൽ ചൂടിയിരിക്കുന്നു. മുടിയിൽ നൈസർഗിക സുഗന്ധം പുഷ്പങ്ങൾക്ക് ലഭിക്കുന്നു. പുഷ്പങ്ങളിൽ നിന്ന് ദേവിയുടെ മുടിക്കല്ല, ദേവിയുടെ മുടിയിൽ നിന്ന് പുഷ്പങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് വേണം നമ്മൾ പറയാനില്ലേ? അപ്പൊ ദേവിയുടെ തലമുടിയിൽ എന്തൊക്കെയുണ്ട്? ശ്രീചക്ര രാജരാജേശ്വരിയായി അരുണവർണ്ണാങ്കിതയായിരിക്കുന്ന അമ്മയുടെ തലമുടിയിൽ ചമ്പക, ശോക, പുന്നാക, സൗഗന്ധിക, ലസത്കജായേ നമ. അല്ലേ? അപ്പോ ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക, ലസത്കജായേ നമ എന്ന് നമ്മൾ പറയണം. ഇല്ലേ? നമ്മൾ സാധാരണ ഏത് രൂപമാണെങ്കിലും നമ്മൾ ഉപാസനാമൂർത്തിയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കേശാദിപാദം, പാദാദികേശം, ഇല്ലേ? പാദാദികേശം നമ്മൾ വർണ്ണിക്കുന്ന പതിവുണ്ട്. കേശാദിപാദം തൊഴുന്നേ കേശവ, കേശാദിപാദം തൊഴുന്നേൻ. ഇല്ലേ? നമ്മൾ നാരായണീയത്തിലാണെങ്കിലും അഗ്രേ വശ്യാമി തേജോ നിബിഡതരകളായ വലീലോഹിനീയം പീയൂഷപ്ലവിതോഹം തദനു തതുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനെ, ഇല്ലേ, നമ്മൾ കേശാദിപാദം, പാദാദികേശം വർണ്ണിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ട്. ഇല്ലേ? ഒരൊറ്റ മിനിറ്റമേ. അപ്പൊ സൗഗന്ധികാല സത്കജ. ഹലോ,
ഓ ശരി. ഉം. ആ ശരി. ഓക്കെ. അതാ. അത് ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എമർജൻസി കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് സാധാരണ ഞാൻ ഈ നാമം ജപിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യമുള്ള ചില അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കൺസേൺസുകൾ, ഹോസ്പിറ്റൽ കൺസേൺസുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. അത് ക്ഷമിക്കണം കേട്ടോ. ഇല്ലേ, അറിഞ്ഞുകൊണ്ട് അങ്ങനെ നാമജപത്തെ തടസ്സപ്പെടുത്തുന്നതല്ല. പക്ഷേ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ചമ്പക അശോക പുന്നാക സൗഗന്ധിക സൗഗന്ധികല സത്കചായേ നമാം എന്ന് നമ്മൾ പറയുന്നത് ഇല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ പുരുഷ രൂപത്തിൽ നമ്മൾ കേശാദിവാദം പാദാദികേശം വർണ്ണനകൾ നമുക്ക് ധാരാളമുണ്ട്. നാരായണീയത്തിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ വർണ്ണന ഇല്ലേ. അതുപോലെ ലളിതാദേവിയെ വർണ്ണിക്കുന്ന നാമങ്ങളിലും കേശാദിവാദ വർണ്ണനകളൊക്കെ ഒരുപാടുണ്ട്. പാദാദികേശവും കേശാദിവാദവും ഒക്കെ ഉണ്ട്. ഇനി ഞാനീ പറയുന്നത് ഈ ഭാസ്കരാചാര്യര് പറയുന്ന ഒരു കാര്യമാണ്. അത് കേൾക്കാൻ കുറച്ച് അതാ ഞാൻ കേട്ടോണേ. ചിദഗ്നികുണ്ഡത്തിൽ നിന്നുണ്ടായ ദേവിയുടെ സ്ഥൂല രൂപത്തിൽ ശിരസ് ആദ്യമായി രൂപം കൊണ്ടു. ഓം ചിദഗ്നികുണ്ഡ സംഭൂതായേ നമ്മൾ പഠിച്ച നാമമാണ്. ആ പഠിച്ച നാമത്തിന്റെ വീഡിയോ പിന്നെ അടുത്ത് കണ്ടായിരുന്നോ? അമ്പട കേമി. അത് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവൂല എന്നറിയാം. എന്തുകൊണ്ടെടുത്ത് കണ്ടില്ല? മിടുക്കി. പിന്നെ ഇത് എങ്ങനെ പറഞ്ഞു തരും? ഭാസ്കരാചാര്യര് പറഞ്ഞത് എങ്ങനെ പറഞ്ഞു തരും? ശരി, കുഴപ്പമില്ല. ഇല്ലേ, നമ്മളെ സംബന്ധിച്ച് ഭക്തി ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ വേറെ ഒന്നും എൻ്റെ വിഷയമല്ലേ. അപ്പം നോക്കിക്കോളൂ. സ്ഥൂല രൂപത്തിൽ ശിരസാദ്യമായി രൂപം കൊണ്ടതും ദേവിയുടെ മുഖം തന്നെയായ വാഗ്ഭവകൂടം പഞ്ചദശി മന്ത്രത്തിന്റെ തുടക്കത്തിലായതിനാലും ശിരസ് തുടങ്ങി വർണ്ണിക്കുന്നുവെന്ന് ഭാസ്കരാചാര്യര് പറയുന്നു. ദേവിയുടെ ചിദഗ്നികുണ്ഡത്തിൽ നിന്നുണ്ടായ ദേവിയുടെ സ്ഥൂല രൂപത്തിൽ ശിരസ് ആദ്യമായി രൂപം കൊണ്ടതുകൊണ്ടും ദേവിയുടെ മുഖം തന്നെയായ വാഗ്ഭവകൂടം പഞ്ചദശി മന്ത്രത്തിന്റെ തുടക്കത്തിലായതിനാലും ശിരസ് തുടങ്ങി വർണ്ണിക്കുന്നു എന്ന് പറയുന്നു. ഇനി അത് നമ്മൾ നേരത്തെ 85ാമത്തെ നാമത്തിലും അത് വരുന്നുണ്ട്. അതായത് ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജായേ നമാം. ഈ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാസ്കരാചാര്യര് ഈ പലതും സംസ്കൃതത്തിനകത്തേക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് പലതും നമ്മളിങ്ങനെ പദം പിരിച്ചു വരുമ്പോഴേക്കും അല്പം ഒന്ന് ജാഗ്രതയോടെ പദം പിരിച്ചില്ലെങ്കിൽ അല്ലേ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇല്ലേ. അപ്പൊ ചമ്പകം ഇവിടെ നമ്മൾ പറയുന്നു, ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം എന്നീ പുഷ്പങ്ങൾ കൊണ്ട് ലസത്തായ എന്ന വാക്കിന് ശോഭിക്കുന്ന കജങ്ങളോടുകൂടിയവൾ ഇല്ലേ. കജം എന്ന വാക്കിന് അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കജം ആണ്. അതോടെ അക്ഷരം കു ആയിപ്പോയാൽ എല്ലാം കഴിഞ്ഞു. എൻ്റെ അമ്മയെ ബുദ്ധിമുട്ടാവും ഇല്ലേ. കജത്തിന് തലമുടി എന്ന അർത്ഥം ഇല്ലേ. എന്നാൽ ആ വാക്കിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹൃദയഭാഗം എന്ന അർത്ഥം വേണ്ടു ഇല്ലേ. ലതാഫല കുജദ്വയേ നമാം. കുജദ്വയത്തോടുകൂടിയവളെ അത് വരുന്നുണ്ട് ഇല്ലേ. എങ്കിലും ഇവിടെ കജമാണ് അല്ലേ. അപ്പൊ അതെന്താണ് അങ്ങനെ? ലതാ ഓം ചമ്പക അശോക പുന്നാക സൗഗന്ധികല സത്കജായേ നമാം. കജം തലമുടി. ദേവിയുടെ തലമുടിക്ക് സുഗന്ധം നൈസർഗികമാണെന്നും പൂക്കൾ അലങ്കാരത്തിനുള്ളതാണെന്നും ദേവിയുടെ തലമുടിയിൽ നിന്നാണ് സുഗന്ധം അങ്ങോട്ട് പോകുന്നുവെന്നും നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. അതപ്പോൾ 13ാമത്തെ നാമം. 14ാമത്തെ നാമം കുരുവിന്ദ മണിശ്രേണി കന കോടീരമണ്ഡിത. ഓം കുരുവിന്ദമണി. കുരുവിന്ദമണി എന്ന് വെച്ചാൽ പത്മരാഗം എന്ന് നമുക്ക് സാമാന്യാർത്ഥം പറയാം. അമ്മ പറയും, ഇപ്പൊ ഞാൻ വായിച്ച നാമം വായിക്കൂ. വെരി നോട്ടി ഗേൾ. ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. 55 വയസ്സായി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് കാര്യമുണ്ട്? അമ്മ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ? അതോ രാത്രി ഉണ്ടാക്കുന്ന ചപ്പാത്തിയിലാണോ ഇപ്പോഴും മനസ്സ് ചിന്ത? ശരി. ഓം കുരുവിന്ദ മണിശ്രേണി കനത് കൊടീരമണ്ഡിതായേ നമാം. രത്നങ്ങളാൽ അലങ്കൃതമായ കിരീടം ധരിച്ച ദേവിയെ ധ്യാനിക്കുന്നത് ഐശ്വര്യകരം. അപ്പൊ എങ്ങനെയുള്ള ദേവിയെ ധ്യാനിക്കണം? രത്നങ്ങളാൽ അലങ്കൃതമായ കിരീടം ധരിച്ച ദേവിയെ ധ്യാനിക്കണം അല്ലെ. കുരുവിന്ദ മണിശ്രേണി. ശ്രേണി എന്ന് വെച്ചാൽ രത്നങ്ങളുടെ നിര. കനത്ത് എന്ന് വെച്ചാൽ ശോഭിക്കുന്നത്. കോടീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരീടം. ഇവിടെ കിരീടം എന്നുള്ള അർത്ഥം. മണ്ഡിത അലങ്കരിക്കപ്പെട്ടവൾ ഇല്ലേ. കുരുവിന്ദ മണിശ്രേണി കനത് കൊടീരമണ്ഡിതായേ നമ. രത്നങ്ങളാൽ അലങ്കൃതമായ ദേവിയെ, അലങ്കൃതമായ കിരീടം ധരിച്ച ദേവിയെ ധ്യാനിക്കുന്നു എന്ന് നമുക്ക് സാമാന്യം അർത്ഥം പറയാം ഇല്ലേ.
അത് ഈ അതിന് വേറൊരു കഥ കൂടി പറയാനുണ്ട്. അതായത് കുരുവിന്ദ മണിശ്രേണി എന്ന് പറയുന്നതിന് ഈ ദ്വാദശ ആദിത്യന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ദ്വാദശ ആദിത്യന്മാര് അദിതി ദേവിയുടെ പുത്രന്മാരാണ്. ഈ 12 ദേവന്മാര് ദേവിയെ സദാ സേവിക്കുന്നതിനായിട്ട് ദേവിയുടെ കിരീടത്തിലെ 12 രത്നങ്ങളായി തീർന്നു എന്നാണ് വിശ്വാസം. അവർ ദേവിയെ സദാ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവിയുടെ രത്നങ്ങൾ കിരീടത്തിലെ രത്നങ്ങളായി നിൽക്കുന്നത് എന്നാണ് വിശ്വാസം, ഇല്ലേ? അപ്പൊ കുരുവിന്ദമണിശ്വരിണി കനത് കൊടീരമണ്ഡിതായേ നമ. ആ നാമം ഒന്ന് കാണാതെ പറയൂ. കുരുവിന്ദമണിശ്രേണി കനത് കൊടീരമണ്ഡിതായേ നമ എന്ന് പറയുന്ന നാമമാണ്, ഇല്ലേ? അപ്പോ അവിടെ കുരുവിന്ദമണിശ്രേണി കനത് കൊടീരമണ്ഡിതായേ നമ. ഈ പത്മരാഗത്തിനൊരു ഗുണമുണ്ട്. പത്മരാഗം ഈ മനസ്സിന്റെ ആഗ്രഹങ്ങൾ രാഗമിവയെ വർദ്ധിപ്പിക്കുന്നതും മംഗല്യത്തെ തരുന്നതും ഹരിഭക്തിയെയും അഭിവൃദ്ധിയെയും പ്രദാനം ചെയ്യുന്നതാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു എന്ത് പറയുന്നു? ശാസ്ത്രങ്ങൾ പറയുന്നു. എന്താണ് പത്മരാഗത്തിന്റെ ഗുണം? എന്താണ്? പത്മരാഗം അഭിവൃദ്ധിയെ തരുന്നു, പത്മരാഗം ആഗ്രഹങ്ങളെ സഫലമാക്കുന്നു എന്നൊക്കെയാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യലഹരിയിലും ഒരു ഭാഗമുണ്ട്. കാമാനുരാഗ കുരുവിന്ദജേഷു ശനേർന താദ്രിക് സ്ഫടികോദ്ഭവേഷു മാംഗല്യയുക്ത ഹരിഭക്തിദാശ്ച വൃദ്ധിപ്രദാസ്തേ സ്മരണാത് ഭവന്തി. അതായത് കാമാനുരാഗ കുരുവിന്ദജേഷു, ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെ പറയുന്ന ഭാഗമാണ്. ഞാനിത് നോട്ടായിട്ടിടാം. എവിടെയെങ്കിലുമൊക്കെ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, അമ്മ പോകുമ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. കാരണം പിള്ളേർ ഇതൊക്കെ അറിയണ്ടേ, അല്ലേ? പിള്ളേർ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലേ അമ്മ പിള്ളേർക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ നാമം പറഞ്ഞു കൊടുക്കുമ്പോൾ ഏത് നാമം? ഓം കുരുവിന്ദമണിശ്രേണി കനത്കൊടീരമണ്ഡിതായേ നമ. ധ്യാനം ഇത്രയേ ഉള്ളൂ. കിരീടം വച്ച, കിരീടങ്ങളാൽ അലങ്കൃത, രത്നകിരീടത്താൽ അലങ്കൃതമായ ദേവിയെ നമ്മൾ മനസ്സിൽ കൂപ്പി, അതാണ് അതിന്റെ ഫോട്ടോ ഫ്രെയിം. പക്ഷെ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ കൂടെ പറഞ്ഞു കൊടുക്കണം, ഇല്ലേ? കുരുവിന്ദമണി എന്ന് പറഞ്ഞാൽ പത്മരാഗമാണെന്നും പത്മരാഗം കാമവർദ്ധകമാണെന്നും ഒക്കെ ശാസ്ത്രങ്ങൾ പറയുന്നു. ഇന്ന് കേട്ടോ, എവിടെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാമാനുരാഗ കുരുവിന്ദജേഷു ശനേർനത്യാദിക് സ്ഫടികോദ്ഭവേഷു മംഗല്യയുക്ത ഹരിഭക്തിദാശ്ച വൃദ്ധിപ്രദാസ്ത സ്മരണാത് ഭവന്തി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതുപോലെ സൗന്ദര്യലഹരിയിലും ഉണ്ട്. സൗന്ദര്യലഹരിയിൽ ഗതേർമണിത്വം എന്ന് പറയുന്നതും ഇവിടെയാണ് കിടക്കുന്നത്. സൗന്ദര്യലഹരി സൗന്ദര്യലഹരി ഇരിക്കുന്നുണ്ടോ? പക്ഷേ ആ കെട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ആ കെട്ടുകളുടെ ഇടയിലാണ് ആ സൗന്ദര്യലഹരി ഇരിക്കുന്നത്. അതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഒരുപാട് പുസ്തകങ്ങൾ എടുത്താൽ സൗന്ദര്യലഹരിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗതൈർ മാണികൃത്വം ഗഗനമണി ഭിസന്ദ്രഘടിതം എന്ന് പറയുന്ന ശ്ലോകമാണ്, ഇല്ലേ? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്ഷരമൊക്കെ മാറിയേക്കാം, എന്നെ ഓടിച്ചിട്ട് അടിക്കാൻ വരല്ലേ. അതാണ് സൗന്ദര്യലഹരിയിൽ 42 എന്നാണ് എൻ്റെ ഒരു 42ാമത്തെ ശ്ലോകം എന്നാണ് വിശ്വാസം. അതായത് ഗതൈർമാണികൃത്വം ഗഗനമണിസാമണിഭിസന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഗിരിസുതേ കീർത്തയതീയ സന്നീടേ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലാണ് ഇത് പറയുന്നത്. അതായത് പറയുന്നത് പാർവതി ദേവിയോടാണ്. ഹിമവത് പുത്രിയായ പാർവതി ദേവി അടുത്തിരുന്നു സേവിക്കുവാൻ വേണ്ടി മാണിക്യരത്നങ്ങളായി തീർന്ന ആദിത്യന്മാര്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ദ്വാദശാദിത്യന്മാർ, അതിഥിയുടെ മക്കളായ ദ്വാദശാദിത്യന്മാര്. അപ്പോൾ കരിക്കകത്ത് ചെന്നാലും ആറ്റുകാല് ചെന്നാലും ചൊറ്റാനിക്കര ചെന്നാലും അമ്മയുടെ കിരീടം കാണുമ്പോൾ ആലോചിക്കണം, അയ്യോ ദ്വാദശാദിത്യന്മാരാണല്ലോ ഭഗവതി അമ്മയുടെ കിരീടത്തിൽ ഇങ്ങനെ പ്രഭ തൂക്കി നിൽക്കുന്നത്. അവരെയും കൂടി നമസ്കരിക്കുമ്പോഴാണ് നമുക്ക് ആ പുണ്യമായ ആ ഒരു കർമ്മം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നത്, ഇല്ലേ? അപ്പോൾ നെന്തിരുവടിയുടെ കിരീടത്തെ വർണ്ണിക്കുന്ന കവി സമീപസ്ഥരായ മാണിക്യാദി രത്നങ്ങളുടെ കാന്തി വ്യാപിക്കുന്നത് കൊണ്ട് നാനാ വർണ്ണശബളമായും കിരീടത്തിന് അലങ്കാരമായ ചന്ദ്രക്കലയെ ഇന്ദ്രജാപമാണോ എന്ന് സംശയിക്കുകയും ചെയ്യുന്നുവെന്ന് ശങ്കരാചാര്യര് ദേവിയുടെ കിരീടത്തെ പറയുന്നു, അല്ലേ? ഗതൈർ
ഗതൈർമാണികൃത്വം ഗഗന മണിഭിः സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി സനീഡേയശ്ചായ ചരുണബലം ജബലം ചന്ദ്രശകലം എന്ന് തുടങ്ങുന്ന ആ ഭാഗത്തിലാണ് ഇത് പറയുന്നത്. കാരണം ഞാൻ സൗന്ദര്യലഹരി നോക്കിയാൽ അത് വിസ്തരിച്ച് പറഞ്ഞുതരാമായിരുന്നു. വിസ്തരിച്ച് പറഞ്ഞിരുന്നതല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യലഹരി നോക്കിയിട്ട് കുറേ കാലമാകുന്നു. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനിങ്ങനെ പലപ്പോഴും ഈ ലളിത സഹസ്രനാമത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നോട്ട് ചെയ്തിടും സൗന്ദര്യലഹരി ആണ് എന്നുള്ളത്. ഇല്ലേ, അവിടെ ഗതൈർവാണി കൃത്വം എന്ന് പറയുന്ന ആ ശ്ലോകം ഒന്ന് നോക്കുക, അത് നന്നാവും. അടുത്ത ശ്ലോകം എന്ന് പറയുന്നത്, അടുത്ത ശ്ലോകമല്ല, അടുത്ത നാമം എന്ന് പറയുന്നത് ഏതാണ്? ഓം ഗുരുവിന്ദമണി ശ്രീണീകരത് കൊടിയര പണ്ഡിതായേ നമ. അടുത്തത് അഷ്ടമീ ചന്ദ്ര വിഭ്രാജത് അളിക സ്ഥലശോഭിത. പദം പിരിക്കുന്നത് സൂക്ഷിച്ച്. അഷ്ടമീ ചന്ദ്ര, അഷ്ടമി തിഥിയിലെ ചന്ദ്രക്കല പോലെ, വിഭ്രാജാത് അഷ്ടമിയിലെ ചന്ദ്രക്കല പോലെ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയവളെ. അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളിക സ്ഥലശോഭിതായേ നമ. അല്ലേ, അഷ്ടമി ചന്ദ്രന്റെ ചന്ദ്രക്കല എന്താ പറയുന്ന ചന്ദ്രക്കല പോലെ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയവളെ, വിലസുന്നവളെ എന്ന് പറയുന്നു. അഷ്ടമി ചന്ദ്രൻ 8 കലകളോടുകൂടി അർദ്ധചന്ദ്രാകൃതിയിലാണ്. അതും സൗന്ദര്യലഹരി 46-ാം ശ്ലോകത്തില്. സൗന്ദര്യലഹരി സൗന്ദര്യലഹരി ശരിക്ക് ഒരു സമയത്ത് മുഴുവൻ ശ്ലോകങ്ങളും കാണാതെ അറിയായിരുന്നു. പിന്നെ ഈ സൗന്ദര്യലഹരി ഇപ്പോൾ അങ്ങനെ അധികം അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട്, ഉപാസനയ്ക്ക് എടുക്കാത്തത് കൊണ്ട് സൗന്ദര്യലഹരി 46 എന്ന് പറയുന്നത് ലലാടം ലാവണ്യദ്യുതി വിമലമാഭാതിതവയത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം എന്ന് പറയുന്ന ശ്ലോകമാണ്. ഈ 2 ശ്ലോകങ്ങൾ ഞാൻ നോട്ടിലേക്ക് ഞാൻ ആ സൗന്ദര്യലഹരിയിൽ നിന്ന് ഞാൻ അത് എടുത്തു തരാം. ഇല്ലേ, അപ്പോൾ അഷ്ടമി ചന്ദ്ര വിഭ്രജാദലിക സ്ഥല ശോഭിതായേ നമ എന്ന് പറഞ്ഞാൽ അഷ്ടമി തിഥിയിലെ ചന്ദ്രക്കല പോലെ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയവളെ. കഴിഞ്ഞു, ഫോട്ടോ ഫ്രെയിം കഴിഞ്ഞു. അഷ്ടമി ചന്ദ്ര വിഭ്രജാദലിക സ്ഥല ശോഭിതായേ നമ. ഈ രൂപം അങ്ങോട്ട് മനസ്സിലുറയ്ക്കുമ്പോൾ, ഈ രൂപങ്ങൾ, ഫ്രെയിമുകൾ, ഫോട്ടോ ഫ്രെയിമുകൾ മനസ്സിലുറച്ചു കഴിഞ്ഞാൽ സഹസ്രനാമം ചൊല്ലി തീരുമ്പോൾ അമൃതാനന്ദം എന്നുള്ളതിന് സംശയമേ വേണ്ട. അത് കുറച്ച് എഫർട്ട് ഉണ്ട്, എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു എഫർട്ട്. ആ എഫർട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സർവഭാഗ്യങ്ങളും. അപ്പോൾ അഷ്ടമി ചന്ദ്ര വിഭ്രജാദലിക സ്ഥല ശോഭിതായേ നമ. അവിടെ സൗന്ദര്യലഹരിയിലെ 46-ാമത്തെ ശ്ലോകം ഒന്ന് മറിച്ചു നോക്കിയാൽ അത് അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലലാടം ലാവണ്യദ്യുതി വിമലമാഭാതിതവയത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം എന്ന് പറയുന്ന ഭാഗത്ത്, അല്ലയോ ഭഗവതി, സൗന്ദര്യമാകുന്ന ചന്ദ്രികയാൽ ഏറ്റവും നിർമ്മലമായി ശോഭിക്കുന്ന നിന്തിരുവടിയുടെ നെറ്റിത്തടം കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന മറ്റൊരു ചന്ദ്രക്കലയാണോ എന്ന് സംശയിക്കുന്നു. കിരീടത്തിൽ ഊർധ്വംഗമായി ചാർത്തിയിരിക്കുന്ന ചന്ദ്രക്കലയും നിന്തിരുവടിയുടെ നെറ്റിയായ അധോമുഖമായ ചന്ദ്രക്കലയും മറച്ചു വയ്ക്കുന്നതിനാൽ തമ്മിൽ അമൃതരസം തുളുമ്പി നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനായി, അതായത് രണ്ടും ഒന്നാണെന്ന് പറയുകയാണ്. അഷ്ടമി ചന്ദ്രന്റെ പോലെ അലികസ്ഥലം കൊണ്ട് ശോഭിക്കുന്നവൾ, അഷ്ടമി ചന്ദ്രനെ പോലെ വിഭ്രാജിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയവളെ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്താണ് അഷ്ടമി ചന്ദ്രന്റെ പ്രത്യേകത? അഷ്ടമി തിഥിയിലെ ചന്ദ്രക്കല പോലെ ശോഭിക്കുന്ന നല്ല ഭംഗിയുള്ള ചന്ദ്രകല. ഇല്ലേ, ഇതിപ്പോ മുട്ട അടിച്ചേക്കുന്നതുകൊണ്ട് ഇവിടെ ചന്ദ്രകലയൊന്നുമില്ല, ഇവിടെ ഇപ്പൊ പൂർണ്ണ കലയാണില്ലേ. അഷ്ടമി ചന്ദ്ര വിഭ്രജാത് അലിക സ്ഥല ശോഭിത നാമം ജപിക്കുമ്പോൾ അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അലിക സ്ഥല ശോഭിത എന്ന് നമ്മൾ ആ നാമത്തെ ജപിക്കണം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നാമം 16-ാമത്തെ നാമം. നമുക്ക് 17 കൂടി 18 വരെ പറഞ്ഞ് നിർത്താം. നമുക്ക് 16-ാമത്തെ നാമം മുഖചന്ദ്ര കളങ്കാഭ. മുഖമാകുന്ന ചന്ദ്രനിലുള്ള കളങ്കം പോലെ ശോഭിക്കുന്ന കസ്തൂരി തിലകമണിഞ്ഞവൾ. മുഖമാകുന്ന ചന്ദ്രനിലുള്ള കളങ്കത്തെ പോലെ ശോഭിക്കുന്ന കസ്തൂരി, പൂർണ്ണചന്ദ്രപ്രഭയാർന്ന മുഖത്തിൽ കസ്തൂരി തിലകം കൊണ്ട് ശോഭിക്കുന്നവൾ എന്ന് സാമാന്യ അർത്ഥം പറയണം. ഇല്ലേ, മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. മൃഗനാഭി എന്ന് പറഞ്ഞാൽ ഇവിടെ കസ്തൂരി എന്ന് അർത്ഥം പറയണം. ഇനി അടുത്ത് ഓം വദനസ്മരമാംഗല്യ ഗൃഹതോരണ ജില്ലികായേ നമ. വദനം മുഖം, സ്മരമാംഗല്യ ഗൃഹം ഗമാനം, ചില്ലിക പുരികക്കൊടി. ദേവിയുടെ മുഖം കാമദേവന്റെ മംഗളഭവനമാണ്. ദേവിയുടെ മുഖം ഐശ്വര്യദേവനായ, ദേവിയുടെ മുഖത്തെ ആരുടെ? ഐശ്വര്യദേവനായ കാമദേവന്റെ മുഖത്തോട് പറഞ്ഞിരിക്കുന്നു. ഭവനത്തിലേക്കുള്ള പ്രവേശന ദ്വാരത്തിൽ കമാനങ്ങളാണ് ദേവിയുടെ എന്താണ്? പുരികക്കൊടികൾ. ഈ പുരികക്കൊടികൾ എന്ന് പറയുന്നത് ആ മുഖത്തിലേക്കുള്ള കമാനങ്ങളാണ്, പ്രവേശന കവാടമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു.
വദനസ്മരമാംഗല്യഗൃഹതോരണചില്ലികായേ നമാം. വദനം മുഖം, സ്മരമാംഗല്യഗൃഹം ഗമാനം, ചില്ലിക പുരികക്കൊടി. അപ്പോൾ വദനസ്മരമാംഗല്യഗൃഹതോരണചില്ലികായേ നമാം. ദേവിയുടെ മുഖം കാമദേവന്റെ മംഗളഭവനമാണ്. പുരികക്കൊടികൾ ആ ഭവനത്തിലേക്കുള്ള പ്രവേശന ദ്വാരത്തിന്റെ വാതിലുകളാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതാണ് വദനസ്മരമാംഗല്യ ഗൃഹതോരണചില്ലികായേ നമഃ എന്ന് പറയുന്ന ഭാഗം. അടുത്ത 18ാമത്തത് എന്ന് പറയുന്നത് വക്ത്രലക്ഷ്മി പരിവാഹ ചലത്, ചലിക്കുന്ന, മീന് ആഭലോചന, മീനുകളുടെ ആകൃതിയും ശോഭയുമുള്ളത്. അപ്പൊ വക്ത്രലക്ഷ്മി എന്ന് വെച്ചാൽ മുഖകാന്തി, പരിവാഹ നിറഞ്ഞു കവിഞ്ഞ പ്രവാഹം, മുഖകാന്തി നിറഞ്ഞു കവിഞ്ഞ പ്രവാഹം, ചലത്ത് ചലിക്കുന്ന, ചലൻ മീൻ, ആഭലോചന മീനുകളുടെ ആകൃതിയും ശോഭയുമുള്ള കണ്ണുകളോട് കൂടിയവൾ. അപ്പോൾ ആ ഭാഗം വക്ത്രലക്ഷ്മി, മുഖകാന്തി, പരിവാഹ നിറഞ്ഞു തുളുമ്പുന്ന വക്ത്രലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചന, ചലന്മീനാഭലോചന ചലിക്കുന്ന മീനുകളുടെ സൗന്ദര്യത്തോട് കൂടിയത് എന്ന് അർത്ഥം. അപ്പോൾ 18 നാമങ്ങളെ പറയുമ്പോൾ ഞാൻ ഇന്നലത്തെ വിസ്തരിച്ചതുപോലെ അത്രയും എക്സസ് ആയിട്ട് വിസ്തരിക്കുന്നില്ല. കാരണം എനിക്ക് അറിയാം, കാരണം ചിലപ്പോൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ലളിത സഹസ്രനാമം മുന്നിലേക്ക് പോകുന്നത്. അമ്മമാരുടെ അടുത്ത് ഒരു കാല് പിടിച്ചുള്ളൊരു അപേക്ഷയാണ് ഈ ലളിത സഹസ്രനാമം ഈ നമ്മൾ പഠിക്കുന്ന സമയത്തെങ്കിലും ദിവസത്തിൽ 3 നേരം, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും 3 നേരം അമ്മ ജപിക്കണം. ആ ജപത്തിൻ്റെ ഫലമുണ്ടാകും ഇല്ലേ? ആ ജപിക്കുന്ന സമയത്ത് അർത്ഥം അറിഞ്ഞോ അറിയാതെ ഒന്നും ഒരു വിഷയമല്ല. എനിക്കിതിനപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹമാണ് ലളിത സഹസ്രനാമം എന്ന് മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി ഇല്ലേ? മറ്റൊന്നുമല്ല, ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നമുക്ക് പ്രാപിക്കാൻ നമുക്ക് കഴിയണമെന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ. രാധേ 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 ശ്യാം. നാളെ നമുക്ക് ബാക്കി ഭാഗത്തെ വ്യാഖ്യാനങ്ങളുമായിട്ട് കാണാം. അപ്പോൾ കൂടെ പലരും ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ചോദ്യങ്ങളും അതിനുള്ള ഇതുമൊക്കെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അത് ചോദിച്ചത്? അയ്യോ, ഞാനത് എഴുതിയിട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു പുസ്തകത്തിനകത്ത് അതെന്തായിരുന്നു എനിക്ക് അഷ്ടദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ഹോമത്തിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിരുന്ന ചോദ്യം. അത് ഞാൻ ഈ ലളിത സഹസ്രനാമത്തിൻ്റെ പുറകിലായതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. മോദകം, അവല്, മലര്, വറപൊടി, കരിമ്പ്, നാളികേരം, എള്ള്, കദളിപ്പഴം എന്നിവയാണ് നമ്മൾ സാധാരണ അഷ്ടദ്രവ്യങ്ങളായിട്ട് എടുക്കുക. ഇതല്ലാതെയും അഷ്ടദ്രവ്യങ്ങളിൽ വകഭേദമുണ്ട്. കാരണം നമ്മൾ ഇതിന് ആധാരമായിട്ട് എടുക്കുന്ന ശ്ലോകം എന്ന് പറയുന്നത് മോദക പൃഥുഗാലാജസ്സ സക്തവ ശേഷു നാളികേര തിലാ കദളീ ഫലാ സഹിത ഇത്യഷ്ടദ്രവ്യാനി എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ ഇത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദകം, അവല്, മലര്, വറപൊടി, കരിമ്പ്, നാളികേരം, എള്ള്, കദളിപ്പഴം തുടങ്ങിയവയായിട്ടാണ് നമ്മൾ അഷ്ടദ്രവ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്, അഷ്ടദ്രവ്യങ്ങളായിട്ട് എടുക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ നിവേദ്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം ഇതെല്ലാം ഞാൻ കമൻറ്റ് കാണുന്നുണ്ട്. പക്ഷേ ലളിത സഹസ്രനാമം വളരെ വിസ്തരിച്ച് സൗഭാഗ്യഭാസ്കരം, തന്ത്രരാജം, പിന്നെ തുടങ്ങിയിട്ടുള്ള വാമകേശ്വര തന്ത്രം, പിന്നെ ചതുശതി തുടങ്ങിയ സൗന്ദര്യലഹരി തുടങ്ങിയ പല ഗ്രന്ഥങ്ങളെയും ആധാരമാക്കി ലളിത സഹസ്രനാമം നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിനുള്ള മറുപടി പറയാത്തത്. സാധാരണ നിവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാന്, ശ്രീകൃഷ്ണന്, ശ്രീരാമന്, രക്ഷസിന് തുടങ്ങിയ വൈഷ്ണവ ദേവതകൾക്കെല്ലാം പാൽപ്പായസമാണ് നമ്മൾ സാധാരണ നിവേദ്യമായിട്ട് പറയുന്നത്. പിന്നെ പ്രഭാതത്തിലെ മലർ നിവേദ്യവും, പൂജകളിൽ രണ്ടാമത് നിവേദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം, തിരുമധുരം എന്നിവയൊക്കെ നമ്മൾ സാധാരണ നിവേദിക്കും. ഇവയൊക്കെയാണ് നമ്മൾ സാധാരണ നിവേദിക്കുന്നത്. ഒരൊറ്റ മിനിറ്റ്. ഹലോ, എല്ലാം കൃത്യമായിട്ട് പറയാം, കഴിയുന്നത്ര അത് പറയാം. സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.